കോഴിക്കോട് ചേലാകർമ്മത്തിനിടയിൽ 2 മാസം പ്രായമായ കുട്ടി മരിച്ച സംഭവത്തിൽ ബിജെപിയുടെ പ്രതിഷേധം. കാക്കൂരിലെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോപ്പറേറ്റീവ് ക്ലിനിക്കിലേക്ക് ബിജെപി മാർച്ച് നടത്തുന്നു. തത്സമയ സംപ്രേഷണത്തിൽ ബിജെപിയുടെ കടുത്ത പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. വിവരങ്ങൾ എന്തെല്ലാം? ശക്തമായ പ്രതിഷേധം തന്നെയാണ് കാക്കൂർ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിലേക്ക് ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ 2 മാസം പ്രായമുള്ള കുഞ്ഞ് ചേലാകർമ്മം നടത്തുന്നതിനിടെ മരിച്ചത്. ലോക്കൽ അനസ്തേഷ്യ നൽകിയതിനു ശേഷം കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായി എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മരണകാരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കൂ. 8ാം മാസത്തിലാണ് ഈ കുട്ടിയുടെ പ്രസവം നടക്കുന്നത്. 1 മാസവും 21 ദിവസവും മാത്രമേ ഈ കുട്ടിക്ക് പ്രായമായിട്ടുള്ളൂ എന്നത് തന്നെയാണ് നീലിമ എടുത്തു പറയേണ്ടത്. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ ചേലാകർമ്മം നടത്തുമ്പോൾ കൃത്യമായ ഒരു പീഡിയാട്രീഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തുടർന്ന് മറ്റൊരു കോഴിക്കോട് തന്നെയുള്ള ഒരു സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം. ബിജെപി പ്രവർത്തകർ ആശുപത്രിയിലേക്ക് ക്ലിനിക്കിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. കാക്കൂർ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിലെ വിദഗ്ധ ചികിത്സ ലഭിക്കാതെ പിന്നീട് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യവുമായാണ് ബിജെപി ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ കുറിപ്പൊക്കെ തന്നെ ഇറക്കിയെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നീലിമ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവർ പറയുന്നത് പ്രധാനമായും 2 മാസം പ്രായമായ ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഇത്തരത്തിൽ ചേലാകർമ്മത്തിന് വിധേയമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പീഡിയാട്രീഷ്യൻ പോലും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ചേലാകർമ്മം നടത്തിയത് എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്തിനാണ് അത്തരത്തിലൊരു കർമ്മം നടത്തുവാൻ പീഡിയാട്രീഷ്യൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു കർമ്മം നടത്തിയത് എന്നൊരു കാര്യം ഇവർ പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ബിജെപി തുടക്കം. ബിജെപി അതിശക്തമായി ഈ കാര്യത്തിന് പ്രതികരിക്കും. ഇപ്പോ നിങ്ങൾ നോക്കൂ, ഈ കുട്ടി മരിച്ചതിന് ശേഷവും പോലീസ് കാവൽ നിന്നുകൊണ്ട് ഈ ക്ലിനിക്ക് നടത്തുകയാണ്. ഈ ക്ലിനിക്ക് ഇങ്ങനെ നടത്താൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ ക്ലിനിക്കിലേക്ക് ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടാണോ ചേലാകർമ്മം പോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്? 2 മാസം പ്രായമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ഈ സ്ഥാപനത്തിന്, ആ ഒരു കുട്ടിയെ കൊന്നിട്ടുള്ള ഒരു ജീവൻ ആകെ കൊന്നൊടുക്കിയിട്ടുള്ള പോലീസിന്, ഈ സ്ഥാപനത്തിന് പോലീസ് കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ സ്ഥാപനം അടച്ചു പൂട്ടിക്കുന്നത് വരെയുള്ള സമരം അതിനെ ഈ സ്ഥാപനം നേരിടേണ്ടി വരും. അതിന് പോലീസല്ല, പട്ടാളം കാവൽ നിന്നാലും ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ള കാര്യം അറിയിക്കാം. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് സമഗ്രമായ അന്വേഷണം നടക്കണം. ഇതിൽ ആരാണ് കുറ്റക്കാർ എന്നതിനെ സംബന്ധിച്ചെടുത്ത് പൂർണ്ണമായും അറിവുണ്ടാവണം. അത്തരത്തിലൊരു സമഗ്ര അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കടന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് കൂടുതൽ പ്രത്യക്ഷ സമരവുമായി അതിനെതിരെ പ്രതികരിക്കാൻ ഈ നാട്ടിലെ എല്ലാ
ജനങ്ങളും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും സജീവമായി മുന്നോട്ടുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ പ്രകാശ് ചേട്ടൻ അവരാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് കോഴിക്കോട് ചേലാകർമ്മത്തിനിടയിൽ 2 മാസം പ്രായമായ കുട്ടി മരിച്ച സംഭവത്തിൽ BJPയുടെ കടുത്ത പ്രതിഷേധമാണ് കണ്ടത്. കാക്കൂരിലെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോപ്പറേറ്റീവ് ക്ലിനിക്കിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.